നമസ്കാരം ഈസി അക്കൗണ്ട്സിലേക്ക് സ്വാഗതം. ഞാൻ എടുക്കാൻ പോകുന്നത് ബികോം സെക്കൻഡ് സെമസ്റ്ററിലെ ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എന്ന സബ്ജക്റ്റാണ്. അപ്പം അതിലെ മൊഡ്യൂൾ 2C ആയിട്ടുള്ള കൺസിഡറേഷനാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റ്. ഇവിടെ പ്രിവിറ്റി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സ്ട്രേഞ്ചർ എന്നാണ്. അതായത് ഒരു കോൺട്രാക്റ്റിൽ നമുക്കറിയുന്ന കാര്യമാണ്, ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന പാർട്ടീസുകൾക്ക് മാത്രമേ ആ കോൺട്രാക്റ്റിൽ അവകാശമുള്ളൂ എന്നുള്ളത്. അപ്പം ഈ സ്ട്രേഞ്ചർ ഓഫ് എ കോൺട്രാക്ട്, ഒരു കോൺട്രാക്റ്റിൽ ഒരു സ്ട്രേഞ്ചറിന് എന്താണ് അവകാശം, അല്ലെങ്കിൽ സ്ട്രേഞ്ചറിന് അവകാശമുണ്ടോ എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നോക്കാം. പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റ് അല്ലെങ്കിൽ സ്ട്രേഞ്ചർ ടു കോൺട്രാക്റ്റ്. അതായത് ദ ടേം പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റ് മീൻസ് സ്ട്രേഞ്ചർ ടു കോൺട്രാക്ട്. അല്ലെ, ഇതിൻ്റെ മീനിങ് എന്താണ്? സ്ട്രേഞ്ചർ ടു കോൺട്രാക്ട്, ഒരു കോൺട്രാക്റ്റിലെ ഒരു സ്ട്രേഞ്ചർ എന്നുള്ള അർത്ഥമാണ് ഇതിൽ പറയുന്നത്. ആസ് പെർ ദ ഡോക്ട്രിൻ ഓഫ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട്, എ പേഴ്സൺ ഹു ഈസ് നോട്ട് എ പാർട്ടി ടു ദ കോൺട്രാക്ട് ക്യാൻ നോട്ട് സ്യൂ ഫോർ ക്യാരിയിങ് ഔട്ട് ദ പ്രോമിസ് മെയ്ഡ് ബൈ ദ പാർട്ടി ടു ദ കോൺട്രാക്ട്. ഈ ഒരു ഡോക്ട്രിൻ അനുസരിച്ച്, അല്ലെങ്കിൽ ഈ ഒരു തത്വം അനുസരിച്ച്, അല്ലെ പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് എന്ന ആ ഒരു തത്വം അനുസരിച്ച് പറയുന്നത്, ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന വ്യക്തിക്കല്ലാതെ മറ്റൊരു വ്യക്തിക്ക് ഒരിക്കലും ആ കോൺട്രാക്റ്റിനെതിരെ സ്യൂ ചെയ്യാനായിട്ടുള്ള അവകാശം ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ എയും ബിയും കൂടെ ചേർന്ന് ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നെങ്കിൽ ആ കോൺട്രാക്റ്റിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചാൽ ഈ എക്ക് ബിക്കെതിരെയും ബിക്ക് എക്കെതിരെയും മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവിടെ കേസോ കാര്യങ്ങളോ ഒക്കെ കൊടുക്കാനായിട്ട് പാടുള്ളൂ. ഒരിക്കലും ഒരു തേർഡ് പാർട്ടിക്ക് ഇവർക്കെതിരെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, കേസ് കൊടുക്കാനോ അല്ലെങ്കിൽ ഈ ഒരു കോൺട്രാക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെതിരെ നടപടി എടുക്കാനോ ഒന്നും പറ്റില്ല. അപ്പം നോക്കിക്കേ, ഇവിടെ പറയുന്നത് in other words, a contract cannot be enforced by a person who is not a party to the contract. ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാത്ത വ്യക്തിക്ക് ആ കോൺട്രാക്ട് എൻഫോഴ്സ് ചെയ്യാനായിട്ട് പറ്റില്ല. The basis of this doctrine is that a contract is always a private relationship between the parties who make it. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഈ കോൺട്രാക്ട് അല്ല, ഈ ഒരു തത്വത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആരാണോ ഈ കോൺട്രാക്ട് എൻ്റർ ചെയ്യുന്നത് ആ വ്യക്തികൾ തമ്മിലുള്ള പ്രൈവറ്റ് റിലേഷൻഷിപ്പ് മാത്രമാണ് ആ ഒരു കോൺട്രാക്റ്റ്. ആൻഡ് നോ അതർ പേഴ്സൺ ക്യാൻ അക്വയർ റൈറ്റ്സ് ഓർ ഇൻക്വയർ ലയബിലിറ്റീസ് അണ്ടർ ദിറ്റ്. വേറൊരു വ്യക്തിക്ക് അതിൽ റൈറ്റ്സോ ലയബിലിറ്റീസോ ഒബ്ലിഗേഷൻസോ ഒന്നും തന്നെ ഇല്ല. Okay, though there is no provision in the Indian Contract Act that a stranger to a contract cannot sue, yet it has become an establishment practice and is validity applicable in India. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ ഒരു പ്രൊവിഷനും ഇത്തരത്തിലില്ല. അതായത് ഒരു കോൺട്രാക്റ്റിൽ ഒരു സ്ട്രേഞ്ചറിനെ എൻ്റർ ചെയ്യാമെന്നോ അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ പറയുന്നില്ല. ഇനി നമുക്ക് വളരെ പ്രധാനമായിട്ട്, ഇപ്പം നമ്മൾ പറഞ്ഞു ഒരു കോൺട്രാക്റ്റിൽ ആ വ്യക്തികളല്ലാതെ, ആ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന വ്യക്തികളല്ലാതെ ഒരു തേർഡ് പാർട്ടിക്ക് ആ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനോ അതിൽ സ്യൂ ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. എന്നാൽ കുറച്ച് എക്സംഷൻസ് പറയുന്നുണ്ട്. ചില കോൺട്രാക്റ്റുകളിൽ തേർഡ് പാർട്ടിക്കും എന്ത് ചെയ്യാം, ആ കോൺട്രാക്റ്റിനെതിരെ സ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എക്സംഷൻസ് പറഞ്ഞു. അപ്പോൾ എല്ലാ കോൺട്രാക്റ്റ്, അത് നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ പറയുന്നത് സാധാരണ ഒരു കോൺട്രാക്റ്റിൽ ഉള്ള വ്യക്തികൾക്ക് മാത്രമേ ആ കോൺട്രാക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, എൻഫോഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ്. എന്നാൽ ചില കാര്യങ്ങളിൽ എന്താണ് എക്സംഷൻസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ട്രസ്റ്റാണ്. അതായത് sometimes under contract a benefit is given to a person who is not a party to a contract. This benefit can be given by creating a trust in favor of such person. In such case the beneficiary under the trust may enforce the contract even though he is not a party to it. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ, രണ്ട് വ്യക്തികൾ ചേർന്നൊരു കോൺട്രാക്ട് എൻ്റർ ചെയ്തു. ഇപ്പോൾ എയും ബിയും കൂടെ ചേർന്ന് കോൺട്രാക്ട് എൻ്റർ ചെയ്തു. അപ്പം ഇവിടെ കോൺട്രാക്ട് എന്ന് പറയുമ്പം എയുടെ പ്രോപ്പർട്ടി ബിക്ക് കൊടുക്കാം എന്നുള്ളതാണ്. എന്നിട്ട് എന്താണ്, ബി അതിനെന്ത് ചെയ്യണം, തിരിച്ച് പൈസ കൊടുക്കണം. ഇതാണ് കോൺട്രാക്റ്റ്. എന്നാൽ ഈ എ ബിക്ക് പ്രോപ്പർട്ടി കൊടുക്കുമ്പോൾ ഇതിൻ്റെ ബെനഫിറ്റ് സി എന്ന് പറയുന്ന വ്യക്തിക്കാണ് ലഭിക്കേണ്ടത്, അല്ലേ? അപ്പോൾ ഒരു എന്താണ്, എക്ക് ഈ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുന്നത് കൊണ്ട് ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ്, ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ സി എന്ന് പറയുന്ന വ്യക്തി ഒരു മൈനറാന്നിരിക്കട്ടെ. അപ്പം ഈ പ്രോപ്പർട്ടി ബിക്ക് കൊടുക്കുന്നത് സിയെ എന്താണ്, ജീവിതകാലം മൊത്തം സംരക്ഷിച്ചു കൊള്ളാം എന്ന ഒരു എഗ്രിമെൻറ്റിലാണെന്നിരിക്കട്ടെ. അപ്പോൾ ഈ കോൺട്രാക്റ്റ് കൊണ്ട് ബെനിഫിറ്റ് കിട്ടുന്ന ആർക്കാണ്? സിക്കാണ്, അല്ലേ? അപ്പോൾ ഈ കോൺട്രാക്റ്റ് ഭാവിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ സിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവർക്കെതിരെ സ്യൂ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം സി എന്ന് പറയുന്ന തേർഡ് പാർട്ടി ആണെങ്കിൽ പോലും ഈ കോൺട്രാക്റ്റിനെതിരെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ നടപടി എടുക്കാനായിട്ടുള്ള, അല്ലെങ്കിൽ അതിനെതിരെ എന്താണ് കേസ് കൊടുക്കാനായിട്ടുള്ള അവകാശം ആർക്കുണ്ട്? സിക്ക് ഉണ്ട്.
അപ്പോൾ അതാണ് ട്രസ്റ്റ് അല്ലേ. അപ്പോൾ നമ്മളൊരു കോൺട്രാക്ട് എൻ്റർ ചെയ്യുന്നത് ഒരു ട്രസ്റ്റിലാണെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത് മറ്റൊരു വ്യക്തിക്കാണ് എന്നുണ്ടെങ്കിൽ, അത്തരത്തിലുണ്ടെങ്കിൽ അപ്പോൾ അവിടെ ഒരു തേർഡ് പാർട്ടിക്ക് ആ കോൺട്രാക്ട് എന്ത് ചെയ്യാൻ പറ്റും, അവർക്കെതിരെ കേസ് കൊടുക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഫസ്റ്റ്. അപ്പോൾ എക്സംഷൻ 1 എന്താണ്, ട്രസ്റ്റ്. രണ്ടാമത് പറയുന്നത് മാരേജ് സെറ്റിൽമെൻറ്റ്, പാർട്ടീഷൻ ഓർ അതർ ഫാമിലി അറേഞ്ച്മെൻറ്റ്സ്. അപ്പം ഈ മാരേജ് ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ഈ മാട്രിമോണിയിലും അവിടെ ഇവിടെയൊക്കെ നമ്മൾ ഒരിക്കലും മാരേജ് ചെയ്യാൻ പോകുന്ന ആളായിരിക്കത്തില്ല, അവരുടെ പേരൻസ് അല്ലെങ്കിൽ ഗാർഡിയൻ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, അവർക്ക് വേണ്ടിയിട്ട് അവിടെ രജിസ്റ്റർ ചെയ്യുക കാര്യങ്ങളൊക്കെ ചെയ്യും. ഒരിക്കലും കല്യാണം കഴിക്കാൻ പോകുന്ന ആ കുട്ടി ആയിരിക്കത്തില്ല എന്ത് ചെയ്യുന്നത്, രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പം അത്തരത്തിൽ വരുമ്പോൾ അവിടെ ആർക്കാണ് ഇവിടെ മാരേജ് ചെയ്യുന്ന കുട്ടിയുടെ പേരൻ്റാണ് ആ കോൺട്രാക്ട് എൻ്റർ ചെയ്യുന്നെങ്കിൽ പോലും ആ ഒരു കോൺട്രാക്ട് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ആ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെതിരെ നടപടിക്ക് പോകാനായിട്ട് സാധിക്കും. നോക്കിയേ, സംടൈംസ് ആൻ എഗ്രിമെന്റ് ഈസ് മെയ്ഡ് ഇൻ കണക്ഷൻ വിത്ത് എ മാരേജ്, പാർട്ടീഷൻ ഓർ അതർ ഫാമിലി അറേഞ്ച്മെന്റ്സ് ആൻഡ് എ പ്രൊവിഷൻ ഈസ് മെയ്ഡ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് സം പേഴ്സൺ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്തുകയും ഇതിൻ്റെ ബെനിഫിറ്റ് മറ്റൊരു വ്യക്തിക്കാണ് ലഭിക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഇൻ സച്ച് കേസസ് എ പേഴ്സൺ ഫോർ ഹൂസ് ബെനിഫിറ്റ് ദ പ്രൊവിഷൻ ഈസ് മെയ്ഡ് in such a family arrangements can enforce the agreement even if he is not a party to it. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ആർക്കാണ് ഒരു ബെനിഫിറ്റ് കിട്ടുന്നത്, ആ വ്യക്തി ഈ കോൺട്രാക്റ്റിലെ ഭാഗമല്ലെങ്കിൽ പോലും ആ വ്യക്തിക്ക് ഇതിനെതിരെ എന്ത് ചെയ്യാം, നടപടികൾക്ക് പോകാനായിട്ട് സാധിക്കും. എക്സാമ്പിൾ പറയുന്നുണ്ട്, ദ ഫാദർ ഓഫ് എ ഗേൾ എ എൻറ്റേർഡ് ഇൻ ടു ആൻ എഗ്രിമെൻറ്റ് ഫോർ ഹെർ മാരേജ് വിത്ത് ബി. എ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അച്ഛൻ അയാൾ എന്ത് ചെയ്തു, അവളുടെ എയുടെ മാരേജ് ബി എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് എന്ത് ചെയ്തു, കരാറിൽ അതായത് ആ ഒരു എൻ്റർ ചെയ്തു. എന്നാൽ ബി എന്ത് ചെയ്തു, എയെ മാരി ചെയ്യുന്നതിൽ നിന്നും റിഫ്യൂസ് ചെയ്തതിൽ നിന്നും പിന്മാറി. എ ഫൈൽഡ് എ സ്യൂട്ട് അഗൈൻസ്റ്റ് ബി ഫോർ ഡാമേജസ് ഫോർ ബ്രീച്ച് ഓഫ് പ്രോമിസ് ഓഫ് മാരേജ്. ഇറ്റ് വാസ് ഹെൽഡ് ദാറ്റ് എ കുഡ് റിക്കവർ ദ ഡാമേജ് ആൾദോ എ വാസ് നോട്ട് എ പാർട്ടി ടു ദ എഗ്രിമെന്റ് ബിറ്റ്വീൻ ഹെർ ഫാദർ ആൻഡ് ബി. അപ്പോൾ ഇവിടെ എയുടെ ഫാദറും ബിയും തമ്മിലുള്ള എഗ്രിമെൻ്റ് ആണ്. അപ്പം ബി എന്ത് ചെയ്തു, ഈ ഒരു കല്യാണത്തിൽ നിന്നും പിന്മാറിയപ്പോൾ എ എന്ത് ചെയ്തു, അയാൾക്കെതിരെ കേസ് കൊടുത്തു അല്ലേ, കല്യാണത്തിൽ നിന്നും പിന്മാറിയതിനെ ചൊല്ലി കേസ് കൊടുത്തു, നഷ്ടപരിഹാരം വേണമെന്നുകൊണ്ട് എ ആണ് കേസ് കൊടുത്തത്. ഈ കോൺട്രാക്ട് ആരൊക്കെ തമ്മിലാണ്, എയുടെ ഫാദറും ബിയും തമ്മിലാണെങ്കിൽ പോലും ഇവിടെ ഔട്ട്സൈഡർ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രേഞ്ചർ ആയിട്ടുള്ള എക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഇതിനെതിരെ കേസ് കൊടുക്കാനായിട്ട് പറ്റി. കാരണം എയുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു എഗ്രിമെൻറ്റ്. അപ്പം ഇത്തരത്തിലുള്ള ഈ ഒരു കേസിൽ നമുക്ക് ഈ പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുന്ന ആ ഒരു റൂള് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല, അത് എക്സെപ്ഷനാണ്. മൂന്നാമതായിട്ട് പറയുന്നത് അക്നോളജ്മെൻറ്റ് ഓഫ് പേയ്മെൻറ്റ്. അതായത് വൺ ഓഫ് ദ പാർട്ടി ടു എ കോൺട്രാക്ട് അക്നോളജ് ദ പേയ്മെന്റ് ടു എ തേർഡ് പാർട്ടി. ഇൻ സച്ച് എ കേസ് ദ പാർട്ടി ഇൻക്വയർ എ ബൈൻഡിങ് ഒബ്ലിഗേഷൻ ടുവേർഡ്സ് ദ തേർഡ് പാർട്ടി ഹു ക്യാൻ എൻഫോഴ്സ് ഇറ്റ്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ എയും ബിയും തമ്മിൽ ഒരു ലാൻഡ് കച്ചവടം നടക്കുകയാണ്. അപ്പോൾ എ അയാളുടെ ലാൻഡ് ബിക്ക് വിറ്റു. ബി എന്ത് ചെയ്യണം, പകരം എക്ക് ക്യാഷ് കൊടുക്കണം. എന്നാൽ എ പറയാണ്, ഈ ക്യാഷ് എനിക്ക് തരണ്ട, സി എന്ന് പറയുന്ന വ്യക്തിക്ക് കൊടുത്താൽ മതി എന്ന് പറയാണ്. അപ്പോൾ ഇവിടെ എ ലാൻഡ് ബിക്ക് കൊടുക്കുമ്പോൾ ബി അതിൻ്റെ ക്യാഷ്, ഇപ്പോൾ എക്സാമ്പിൾ 10 ലക്ഷം രൂപയ്ക്കാണ് ലാൻഡ് വിൽക്കുന്നതെങ്കിൽ ബി ആ 10 ലക്ഷം രൂപ എക്ക് പകരം സിക്കാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ കോൺട്രാക്റ്റ് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുവാണെങ്കിൽ, കോൺട്രാക്റ്റ് ബ്രീച്ച് ലംഘനങ്ങളൊക്കെ വരുവാണെങ്കിൽ സിക്ക് എന്ത് ചെയ്യാം, ഇവർക്ക് ഇപ്പോൾ എ ലാൻഡ് വിറ്റു, ബി തിരിച്ച് പൈസ കൊടുക്കുന്നില്ലെങ്കിൽ സിക്ക് എന്ത് ചെയ്യാം, ഈ ബിക്കെതിരെ കേസ് കൊടുക്കാം, സി സ്ട്രേഞ്ചർ ആണെങ്കിൽ പോലും. കാരണം എന്താണ്, ഈ ഒരു കോൺട്രാക്റ്റിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്ന ആർക്കാണ്, സിക്കാണ്. അപ്പം ഇത്തരത്തിലുള്ളതിലും നമുക്ക് ഈ പറഞ്ഞ പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞ റൂള് അപ്ലൈ ചെയ്യാതെ ഇരിക്കാം. പിന്നെ പറഞ്ഞ എന്താണ്, എഗ്രിമെൻറ്റ് റിലേറ്റിംഗ് ടു ലാൻഡ്, ഭൂമി സംബന്ധമായിട്ടുള്ള എഗ്രിമെൻറ്റ്സ്. അത്തരത്തിലും നമ്മൾ ഈ പറഞ്ഞ പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റിന് എക്സംഷൻ കിട്ടുന്ന കാര്യമാണ്. നോക്കാം, ഇൻ സർട്ടൺ കേസസ് ദ ഓണർ ഓഫ് ദ ലാൻഡ് ഈസ് എൻറ്റൈറ്റിൽഡ് ടു സർട്ടൺ റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ ക്രിയേറ്റഡ് ബൈ ആൻ എഗ്രിമെൻറ്റ് അഫക്റ്റിംഗ് ദ ലാൻഡ്. When any person purchases such land with the notice of rights and obligation of the owner, then the purchaser of the land shall be bound by those rights and obligation although he is not a party to the agreement. അതൊക്കെ ചില കേസിൽ ലാൻഡിൻ്റെ ഓണർ അല്ലേ, അയാൾക്ക് എന്തുണ്ട്, ചില റൈറ്റ്സും ഒബ്ലിഗേഷൻസും ഒക്കെ ഉണ്ട്.
ക്രിയേറ്റഡ് ബൈ ആൻ എഗ്രിമെന്റ് അഫക്റ്റിംഗ് ദ ലാൻഡ്, അല്ലെ ആ ലാൻഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില റൈറ്റ്സും ഒബ്ലിഗേഷൻസും എല്ലാം നിയമപരമായിട്ട് അയാൾക്ക് അവകാശമുണ്ട്. വെൻ എനി പേഴ്സൺ പർച്ചേസസ് സച്ച് ലാൻഡ്, അല്ലേ വേറൊരു വ്യക്തി ആ ലാൻഡ് പർച്ചേസ് ചെയ്യുമ്പോൾ വിത്ത് ദ നോട്ടീസ് ഓഫ് റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ ഓഫ് ദ ഓണർ, ദെൻ ദ പർച്ചേസർ ഓഫ് ദ ലാൻഡ് ഷാൽ ബി ബൗണ്ട് ബൈ ദോസ് റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ ആൾദോ ഹി ഈസ് നോട്ട് എ പാർട്ടി ടു ദ എഗ്രിമെന്റ്. അപ്പം ആ വ്യക്തി എഗ്രിമെന്റിലെ പാർട്ടി അല്ലെങ്കിൽ പോലും അയാൾക്ക് എന്താണ് ആ റൈറ്റ്സും ഒബ്ലിഗേഷൻസും എല്ലാം അയാളിലേക്ക് ചെല്ലും. then അടുത്ത പറയുന്നത് കോൺട്രാക്ട് ത്രൂ ആൻ ഏജന്റ്. ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ ഇപ്പം ലാൻഡ് ആയാലും കാര്യങ്ങളെല്ലാം പർച്ചേസ് ചെയ്യുമ്പോഴൊക്കെ അവിടെ കോൺട്രാക്ട് ആരുമായിട്ടായിരിക്കും, ഏജന്റുമായിട്ടായിരിക്കും. അപ്പം ഏജന്റുമായിട്ടാണ് കോൺട്രാക്ട് എങ്കിൽ പോലും ആ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് എന്ത് വന്നാലും അതിൻ്റെ പ്രിൻസിപ്പൽ അല്ലെ അതിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തിക്ക് മാത്രമായിരിക്കും അയാളായിരിക്കും ലയബിൾ. A principal can enforce the contract which are entered into by his agent with a third party, though the principal is not a party to a contract. അപ്പോൾ അവിടെ കോൺട്രാക്റ്റ് ആരൊക്കെ തമ്മിലാണ്, ഏജന്റും തേർഡ് പാർട്ടിയും തമ്മിലായിരിക്കും, പ്രിൻസിപ്പൽ ആയിരിക്കത്തില്ല. പക്ഷെ എന്നിരുന്നാലും ഈ ഒരു കോൺട്രാക്റ്റിൽ എന്ത് പ്രശ്നം വന്നാലും പ്രിൻസിപ്പലിന് അതിനകത്ത് എന്ത് ചെയ്യാം, ഇടപെടാനായിട്ട് സാധിക്കും. ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് ഏജന്റ് മസ്റ്റ് ആക്ട് വിത്തിൻ ദ സ്കോപ്പ് ഓഫ് അതോറിറ്റി ആൻഡ് ആൾസോ ഇൻ ദ നെയിം ഓഫ് ഹിസ് പ്രിൻസിപ്പൽ. കാരണം ഏജന്റ് ഇവിടെ പ്രവർത്തിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്, അതിൻ്റെ പ്രിൻസിപ്പൽ അതായത് റിയൽ ഓണറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അടുത്തായിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്, ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സിലാണ് കിട്ടുന്നതെങ്കിൽ അപ്പോൾ എന്താണ് ഹോൾഡർ, എന്താണ് ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് എന്നൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. ഹോൾഡർ എന്ന് പറഞ്ഞാൽ എന്താണ്, ആരാണോ ചെക്ക് കൈവശം വെച്ചിരിക്കുന്നത് ആ വ്യക്തിയാണ് എന്ത് ഹോൾഡർ എന്ന് പറയുന്നത്. അപ്പം അത് അതായത് ഒരു വാല്യുബിൾ കൺസിഡറേഷൻ അടിസ്ഥാനത്തിലായിരിക്കില്ല അയാൾക്ക് കിട്ടുന്നത്, അല്ലേ. അതായത് ഇപ്പം ഒരു ബർത്ത്ഡേക്ക് ചിലപ്പം ഫാദർ എന്താണ് അവരുടെ മക്കൾക്ക് എന്ത് ചെയ്യാൻ ചിലപ്പോൾ ചെക്കായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ അവിടെ ഒരു കൺസിഡറേഷൻ ഇല്ലാതെ അല്ലേ ആണ് എന്ത് ചെയ്യുന്നത് ആ വ്യക്തിക്ക് ചെക്ക് കിട്ടുന്നത്. അത്തരത്തിലുള്ള ചെക്കുകൾ അപ്പോൾ ആ വ്യക്തി നമുക്ക് ഹോൾഡർ എന്ന് പറയാം. എന്നാൽ ഒരാൾ ഒരു ലാൻഡ് വിറ്റു, ആ ലാൻഡ് വിറ്റപ്പോൾ അതിൻ്റെ 10 ലക്ഷം രൂപയ്ക്ക് പകരം അയാൾക്ക് 10 ലക്ഷത്തി രൂപ ചെക്കാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ ലാൻഡ് കൊടുത്തു, അതിന് പകരമായിട്ട് കൺസിഡറേഷനായിട്ട് അയാൾക്ക് എന്ത് കിട്ടി, ചെക്ക് കിട്ടി. അപ്പം ഒരു വാലിഡ് കൺസിഡറേഷനിലൂടെയും ഗുഡ് ഫെയ്ത്തിലൂടെയാണ് ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് കിട്ടുന്നതെങ്കിൽ ആ വ്യക്തിയെ നമുക്ക് എന്തെന്ന് പറയാം, ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് എന്ന് പറയാം. അപ്പം ഒരു ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ആയിട്ടുള്ള നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ആയിട്ടുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ച് അയാൾക്കും ഈ പറഞ്ഞ എന്താണ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് എന്ന് പറയുന്ന കാര്യത്തിന് എക്സംഷൻ ഉണ്ട്. അതായത് ഹി ക്യാൻ sue the prior holder of the instrument when the negotiable instrument is dishonored. അപ്പം ചെക്ക് ഇപ്പം ഒരു വ്യക്തിക്ക് അങ്ങനെ കിട്ടി അല്ലേ, ഇപ്പോൾ ഒരു ലാൻഡ് വിറ്റപ്പോൾ അതുവഴി അയാൾക്ക് ആ ചെക്ക് കിട്ടി. ആ ചെക്ക് ബാങ്കിൽ കൊണ്ട് കൊടുത്തപ്പോൾ അതെന്ത് ചെയ്തു, ചെക്ക് ഡിസോണറായി, ചെക്ക് മടങ്ങി, അക്കൗണ്ടിൽ ക്യാഷ് ഇല്ലാതെ ചെക്ക് മടങ്ങുകയാണെങ്കിലും ഈ വ്യക്തിക്ക് അയാൾക്കെതിരെ അതിൻ്റെ ഫസ്റ്റ് റിയൽ ഓണറിൽ നിന്ന് ആരാണോ ഈ ചെക്ക് തന്നത് ആ വ്യക്തിക്കെതിരെ എന്ത് ചെയ്യാം, നമുക്ക് കേസ് കൊടുക്കാനായിട്ട് പറ്റും. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്, പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റിൻ്റെ എക്സംഷൻ. അപ്പോൾ പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റ് എന്താണ്, സ്ട്രേഞ്ചർ ഓഫ് കോൺട്രാക്റ്റ് ആണ്. ഒരു കോൺട്രാക്റ്റിൽ സ്ട്രേഞ്ചറിന് എന്ത് ചെയ്യാൻ പറ്റില്ല എന്നാണ്, എൻ്റർ ചെയ്യാൻ പറ്റില്ല എന്നാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ പറഞ്ഞ ട്രസ്റ്റ് പോലെയുള്ള കുറച്ച് കാര്യങ്ങളിൽ എക്സംഷൻ ഉണ്ട്. അവിടെ ഒരു തേർഡ് പാർട്ടിക്കും ആ കോൺട്രാക്റ്റിൻ്റെ എന്തെങ്കിലും ലംഘനം വന്നാൽ അവർക്കെതിരെ എന്ത് ചെയ്യാം, നടപടി എടുക്കാം. അപ്പം ഇത്രയുമാണ് ഇതിനകത്ത് പറയാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റ്. അതിൽ എന്താണെന്ന് ചോദിക്കാം, അതിൻ്റെ എക്സംഷനും ചോദിക്കാം. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ ടോപ്പിക്സുമായിട്ട് നമുക്കിനി വരും ദിവസങ്ങളിൽ കാണാം.